ഇന്ന് കുറച്ച് കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വറ്റിച്ചെടുത്താലോ. എപ്പോഴും വറുക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ച മീനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കാം. മീനിലേക്ക് മഞ്ഞളും ഉപ്പും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഇട്ട് നന്നായി ചതച്ചെടുക്കുക. പിന്നെ കുറച്ച് പുളിവെള്ളം ഉണ്ടാക്കി കേട്ടോ. സാധാ വാളൻപുളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കുടംപുളി അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ വാളൻപുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുളീൻ്റെ വെള്ളം കൂടെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം അതാ ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അര കഷ്ണം തക്കാളിയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് മീനെ വറ്റിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി എടുത്തു. ഒരു അരമുറി, വലിയ തക്കാളിയായിരുന്നു, അപ്പോൾ ഒരു അരമുറി തക്കാളി എടുത്തു. ആ തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്കിതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി പെരിഞ്ചീരകമൊക്കെ ഇട്ട് ചതച്ച് റെഡിയാക്കി വെച്ച അരപ്പിതാ ആ തക്കാളിയിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോയാലോ. അങ്ങനെ നന്നായി അത് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കുക കേട്ടോ. അതൊക്കെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇടുക. അങ്ങനെ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുളി അതിലേക്ക് ഒഴിക്കുക കേട്ടോ. പുളി അതിലൊഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി തിളയ്ക്കണം കേട്ടോ. അപ്പോൾ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിൽ നേരത്തെ തയ്യാറാക്കി വെച്ച മീൻ അതിലിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞമത്തി വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വീഡിയോ എത്രയുള്ളൂ. ഓക്കെ, ബൈ.